റഷ്യയുടെ കിഴക്കൻ മേഖലയിലൂടെ പറക്കുകയായിരുന്ന MI-8 എന്ന് പറയുന്ന ഹെലികോപ്റ്റർ 23 പേരുമായി കാണാതായിട്ട് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ പല വിധത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പരക്കുന്നത്. ഈ ഉക്രൈൻ്റെ ആക്രമണത്താൽ തകർന്നതാണ് എന്നാണ് ഒരു പരക്കുന്ന വാർത്തകൾ ഒന്നുള്ളത്. ഏതായാലും കംചാത്ത് മേഖലയിൽ കൂടി പറക്കുമ്പോഴാണ് വാത്കഷെറ്റ്സ് എന്ന് പറയുന്ന അഗ്നിപർവ്വതത്തിന് സമീപത്ത് കൂടി പറക്കുമ്പോഴാണ് ഈ ഹെലികോപ്റ്റർ കാണാതായിരിക്കുന്നത്. 23 പേരാണ്, 19 യാത്രക്കാരും 3 വിമാന ജീവനക്കാരും അടക്കം ഉള്ള 22 യാത്രക്കാർ ഉള്ള ഒരു വിമാനമാണ്. ഇത് തകർത്തതാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന് തന്നെ ലോകം ഭയക്കുന്നു. കാരണം റഷ്യ ഇത്തരത്തിലൊരു ആക്രമണം, നമുക്കറിയാം, കഴിഞ്ഞ ദിവസം 38 നിലകളുള്ള അവരുടെ ഒരു റെസിഡൻഷ്യൽ ഫ്ലാറ്റിൻ്റെ മുകളിലേക്ക് ഡ്രോൺ പരത്തി 3 പേർ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഉക്രൈനിലുടനീളം മിസൈലുകൾ വാരി വലിച്ചിട്ട റഷ്യയുടെ വലിയ തിരിച്ചടി. അതിൻ്റെ ആഘാതത്തിൽ നിന്ന് ഉയരുന്ന മുമ്പ് തന്നെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു വിമാനം ഒരു അപകടത്തിൽപ്പെട്ടതാണ് എങ്കിൽ അതിൻ്റെ ഒരു വിവരങ്ങളോ ഇല്ലെങ്കിൽ അതിനെ തകർക്കുകയില്ല മറ്റേതെങ്കിലും ഒരു ഡ്രോൺ ആക്രമണമോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്രമണത്തിലൂടെയാണ് തകർന്നതെങ്കിൽ അതിൻ്റെ തിരിച്ചടി ശക്തവുമായിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.